ഹലോ ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഓഷ്യൻ ജെംസ് ആൻഡ് പേൾസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ജ്വല്ലറി ഡിസൈനറും നല്ലൊരു നർത്തകിയും അതിലെല്ലാം ഉപരി മിസ്സസ് വേൾഡ് ക്യൂനുമായ ഡോക്ടർ ഷംല ഹലിമയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. ഹലോ, നമസ്കാരം. തികച്ചും യാഥാസ്ഥിതികമായ ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് ഇത്രയും വ്യത്യസ്തമായ ഒരു മേഖലയിൽ ഇത്ര ഉയരം കൈവരിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? എൻ്റെ ഫാമിലി ഭയങ്കര യാഥാസ്ഥിക മുസ്ലിം കുടുംബമാണ്. പക്ഷേ എൻ്റെ അച്ഛൻ എനിക്ക് ഭയങ്കര ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പത്തിലേ തന്നെ എനിക്ക് ക്ലാസിക്കൽ ഡാൻസ്, അതായത് ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഒരു പാഷനായിരുന്നു എങ്ങനെയെങ്കിലും ഡാൻസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ എൻ്റെ വീട്ടിലത് ഭയങ്കരമായിട്ട് തന്നെ ഞാൻ എൻ്റെ ബ്രദറിന് ഭയങ്കര എതിർപ്പായിരുന്നു. എൻ്റെ ബ്രദർ ഡാൻസ് ചെയ്യുന്നതോ അങ്ങനെയുള്ള. പിന്നെ അതുപോലെ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ വീടിന് ചുറ്റുമുള്ളതൊക്കെ ഹിന്ദുസാണ്. ഞങ്ങളൊരു ഫാമിലി മാത്രമാണ് മുസ്ലിംസ് ഉള്ളത്. അപ്പോൾ ഇവർ അമ്പലത്തിൽ പോകുന്നതും ഒക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അവരുടെ കൂടെ ഞാൻ വീട്ടിൽ പറയേണ്ട അമ്പലത്തിൽ പോകും, വീട്ടിലറിയൂല. അപ്പോൾ അങ്ങനെ ഡാൻസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഡാൻസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അന്നേരം അവരുടെ കൂട്ടത്തിൽ പോയി വീട്ടിൽ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ എൻ്റെ അച്ഛനെ സമ്മതിച്ചിട്ട് എന്നെ ഡാൻസിന് വിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഡാൻസൊക്കെ പ്രോഗ്രാമൊക്കെ ഞാൻ വിട്ടിട്ട് ഒരു 5 വർഷം ഞാൻ ഒന്നുമില്ലാണ്ട്, അതായത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി. പേൾസിലെ ജെംസ് എനിക്ക് കുഞ്ഞിൽ നാൾ മുതലേ ഓർണമെൻറ്റ്സിനോട് ഞാൻ ഡാൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഓർണമെൻറ്റ്സിനോട് ഭയങ്കര എനിക്ക് പ്രത്യേകിച്ച് ഇതുപോലുള്ള പേഴ്സ്. നമ്മൾ ഇതിൻ്റെ സ്റ്റോറീസ് അന്നത്തെ കാലത്ത് നമ്മൾ എന്താ പറയുക, എലിസബത്തിൻ്റെ അജ്ഞയൊക്കെ ക്യൂൻസൊക്കെ ഇടുന്ന ഓർണമെൻറ്റ്സ് ആയിട്ടല്ലേ പണ്ടൊക്കെ പേൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കൊന്നും അത് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു പേൾസ്, അത്രയും കോസ്റ്റ്ലി എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇറങ്ങിയിട്ടില്ല, കുറഞ്ഞ ടൈപ്പ് ഇറങ്ങിയിട്ടില്ല. അപ്പം നമ്മുടെ കുഞ്ഞുനാളിലെ എല്ലാം ഇങ്ങനെ പേൾസൊക്കെ കാണുന്നപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഇതൊക്കെ എങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഇതിനകത്തേക്ക് വന്ന് എൻ്റെ കസിൻ ഇത് ബാംഗ്ലൂർ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ കയ്യിൽ നിന്ന് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1-2 വാങ്ങി. പിന്നെ ഡാൻസിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ പേൾ കിട്ടുമല്ലോ, അന്നേരമൊക്കെ വലിയ വിലയില്ല. അതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കസിൻ എന്നോട് ചോദിച്ചത്, നിനക്കത് ഒറിജിനൽ വാങ്ങിച്ച് യൂസ് ചെയ്തുകൂടെ എന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ സാധനങ്ങൾ, വലിയ വിലയുടെ അല്ല, വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഈ ഇതിലേക്ക് മെല്ലെ വന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് ഞാനിതിലേക്ക് വന്നത്. അങ്ങനെ അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും. വീണ്ടും ആ പൈസ സേവ് ചെയ്തിട്ട് വീണ്ടും അടുത്ത സ്റ്റോക്ക് എടുക്കും. അങ്ങനെ തന്നെ ശരിക്കും ആദ്യ കാലഘട്ടങ്ങളിൽ എന്താ പറയുന്ന നന്നായിട്ട് നല്ലവണ്ണം, അതായത് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ നല്ല രീതിയിൽ പഠിച്ച് അവർ നല്ലതായിട്ട് പഠിക്കുന്ന, അല്ല ഓരോരുത്തർ ഓരോ പൊസിഷനിലൊക്കെ ആകുമ്പം എനിക്കൊരൊറ്റ വാശിയായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഇവരെക്കാട്ടിയൊക്കെ ഉയരത്തിലെത്തണം. അതുപോലെ തന്നെ നമ്മുടെ ആ സമയത്ത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരുപാട് പേര് എന്നെ എന്താ പറയുക നെഗറ്റീവായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും നടക്കുമൊന്നുമില്ല എന്ന്. അപ്പം പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒരു വാശിയായി. അപ്പം നമ്മൾ ആ രീതിയിൽ ഒന്ന് നല്ല രീതിയിൽ തന്നെ പോകണം. നല്ല രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇന്നീ നിലയിൽ ഇപ്പം ഇവിടെ നിൽക്കുന്നത്. പക്ഷെ പിന്നെ നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇവിടം വരെ എത്താനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സർവീസാണ്. ഇനിയിപ്പം എനിക്ക് 24 ഇയേഴ്സ് ആവുന്നു ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ഇന്ന് വരെ അപ്പം തൊട്ടുള്ള കസ്റ്റമേഴ്സ് എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. ഒരുപാട് പേര് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. കാരണം പല ആൾക്കാരും റെഫറൻസിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ റെഫറൻസിൽ വരുമ്പോൾ ആ വിടുന്ന ആൾക്ക് നമ്മളോട് അത്രയും ട്രസ്റ്റും നമ്മളോട് അത്രയും എന്താ പറയുക സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവരൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. അല്ല നമ്മൾ വേറെ വലിയ പരസ്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന സർവീസ് അല്ലെ അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി, ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്കത്രയും ഇവിടം വരെയൊക്കെ എത്താൻ പറ്റിയത്. എങ്ങനെയാണ് സെലക്ഷനൊക്കെ? ഓർണമെൻറ്റ്സിൻ്റെ ഓൺ സെലക്ഷനാണോ? അതെ. അതായത് എനിക്ക് എൻ്റെ ഒരു ഭയങ്കര ഒരു നിർബന്ധമാണ്. അതായത് ഇപ്പം ഒരു കസ്റ്റമർ നമ്മുടെ കടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്ത് യോജിക്കാത്ത, അല്ല അവർക്ക് മാച്ച് ചെയ്യാത്ത ഒരു ഓർണമെൻറ്റ്സ് നമ്മൾ അവരെ ഇട്ട് കൊടുത്തിട്ട് എനിക്കത് ബിസിനസ് ചെയ്യുന്ന എനിക്ക് താല്പര്യമില്ല. ഈ പറഞ്ഞ ഞാനാണെങ്കിൽ പോലും നമ്മളൊരു ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാച്ച് ചെയ്യാത്ത ഒരു ഡ്രസ്സ് അവർ എടുത്ത് തന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇടുന്ന ഡ്രസ്സ് ഞാൻ മാത്രമല്ല കാണേണ്ടത്, അല്ലേ?
നമ്മളെന്തിനാണ് നല്ല ഓർണമെൻറ്റ്സ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മെല്ലെ നമ്മൾ ഒരുങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന, മറ്റുള്ളവർ കണ്ടിട്ട് അവർ നല്ലതാണെന്ന് പറയണം. നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ഒരു ഇതിൽ നമ്മൾ ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ പോരെ, ഒരുങ്ങണമെന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ കടയിൽ ഒരു ഷോപ്പിൽ ഒരാൾ വരുമ്പോൾ ആ കസ്റ്റമർക്ക് അവർക്ക് ഒന്നാമത് നമ്മൾക്കിഷ്ടമാണ്, നമുക്കിഷ്ടമാകുന്നത് അവർക്ക് ഇഷ്ടമായിട്ട് അവരത് യൂസ് ചെയ്തിട്ട് അവരുടെ ആ ബോഡിയുമായിട്ടല്ല അവരുടെ ഫേസുമായിട്ട് ഇത് മാച്ചായിട്ട് എന്നിട്ടാണ് അവരത് പുറത്ത് യൂസ് ചെയ്യുന്നത്, അല്ല ഒരു ഫങ്ഷന് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു കളർ കോമ്പിനേഷൻ വരണം, അതിനകത്ത് അവരുടെ ബോഡിക്ക് മാച്ച് ചെയ്തുള്ള ഷേപ്പ് ഉണ്ടാവണം, അതിൻ്റെ സൈസ് എല്ലാം ഉണ്ടല്ലോ. ചിലർക്ക് ഭയങ്കര ചങ്കി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ചേരൂല, ചിലർക്ക് ഭയങ്കര ലെയേർഡ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള, അങ്ങനെ നമ്മൾ ഓരോ ബോഡി വെച്ചിട്ട് ഒരു ഷേപ്പ് വെച്ചിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ കസ്റ്റമറിനെ ഇഷ്ടമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാനൊരു മാല പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ആ ഒരു കസ്റ്റമറാണ് വരുന്നത്, അവർക്ക് ആപ്റ്റ് ആയത് ഒരു കസ്റ്റമർ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ മറ്റേ കസ്റ്റമറിന് കറക്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുക്കുകയും ചെയ്യും. മേഡം ഇത് നല്ലതാണ്, മേഡത്തിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥിരം റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഇനി കോസ്റ്റ് കൂടിയതാണെങ്കിലും ആ ഒരു ക്ലയൻറ്റിനെ എൻ്റെ മനസ്സിൽ കണ്ടിട്ടാണ്, ഇനിയിപ്പോൾ അവരത് എടുത്തില്ലെങ്കിൽ പോലും അതിന് പകരമായിട്ട് ഓരോ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എനിക്കത് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സാധനങ്ങളും ഞാൻ കുറേ വാരി വലിച്ച് കൊണ്ടുവരില്ല. ഇപ്പം എൻ്റെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് കസ്റ്റമേഴ്സ്. കാരണം എല്ലാം ഒന്നിനൊന്ന് നല്ലതായിരിക്കും. ബിസിനസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. എനിക്ക് ഫസ്റ്റ് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമർ ഒരു സാധനം എടുത്ത് ഞാൻ കസ്റ്റമർ അന്നത്തെ ബിസിനസ് അല്ല നോക്കുന്നത്, ഫ്യൂച്ചറിലേക്കുള്ള ബിസിനസ്സാണ്. കാരണം അത് ലോങ് ടൈം വേണം എനിക്ക്. ഇതിനോട് ക്രൈസ് ഉണ്ടെങ്കിലേ ഷോപ്പിൽ കയറുള്ളൂ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കസ്റ്റമറിനെ നമ്മൾ മാക്സിമം നമ്മൾ അവരെ അത് ലോങ് ടൈം ആയിട്ട് ഞാനത് മാറ്റും. അതാണ് നമ്മുടെ സർവീസ്. ജെംസിൻ്റെയും പേൾസിൻ്റെയും ലോകം കയ്യിലൊതുക്കുന്നതിനൊപ്പം ഡോക്ടർ ഷംല സൗന്ദര്യ ലോകം കൂടി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മത്സരങ്ങളിൽ വിജയിയായിട്ടുണ്ടല്ലോ അല്ലേ? ഒന്ന് പറയാമോ അതിനെക്കുറിച്ചൊക്കെ? ഞാൻ സങ്കല്പിക്കാത്ത അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണാത്തൊരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത് ഒരു 1 year ബാക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഇതിൻ്റെ മിസ്സിസ് ഇന്ത്യയുടെ ഒരു ഓൺലൈൻ ഇത് കണ്ട് അതിൽ ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്ത് കാണിച്ചു. വെറുതെ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല, ചുമ്മാ അപ്ലൈ ചെയ്ത് എൻ്റെ ഈ ഏജിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ അയച്ച് കഴിഞ്ഞിട്ട് അവരൊരു 2 days കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ആ ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇൻ്റർവ്യൂവിൽ എന്നെ വിളിച്ചു. അതൊരു 1 hour ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇവർ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കുമോ, കാരണം ഞാൻ ക്രിക്കറ്റ് കളി കാണാറില്ല, ഫുട്ബോൾ കാണാറില്ല, അല്ല അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമും ഞാൻ കാണാറില്ല. അത് എങ്ങനെയൊക്കെയോ ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞു. എന്നാലും എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അവർ സെലക്ട് ചെയ്യുമെന്നല്ല, ഞാൻ നന്നായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് പറയാൻ പറ്റി. 3 days കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചല്ല, എനിക്ക് മൊബൈലിൽ മെസ്സേജ് വന്നു യു ആർ സെലക്റ്റഡ് എന്നും പറഞ്ഞു. അയ്യോ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം പിന്നെ അവരത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് തൊട്ട് അവരിങ്ങനെ ഓൺലൈൻ വഴി അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ, ഗ്രൂമിങ് ഒക്കെ എങ്ങനെ നമ്മൾ ചെയ്യണം, വെയിറ്റ് എത്രയാക്കണം, എല്ലാം അവരിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ശരിക്കും ജിമ്മിലൊന്നും ഞാൻ പോവില്ല. ഞാൻ പിന്നെ ജിമ്മിലൊക്കെ പോയി തുടങ്ങി. ആ ഒരു 3 months കൊണ്ട് ഞാൻ എൻ്റെ വെയിറ്റ് എല്ലാം കുറച്ച് ഞാൻ നന്നായിട്ട് ഡയറ്റ് ചെയ്ത് എനിക്ക്, കാരണം ആ ഒരു വെയിറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, ആ വെയിറ്റിൽ നമ്മൾ എത്തണം. ആ വെയിറ്റിൽ ഞാൻ എത്തി. പിന്നെ നമുക്ക് അവിടെ ഒരു 5 days ഗ്രൂമിങ് ഉണ്ടായിരുന്നു. അതിൽ പോയി ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനം നമുക്ക് ഈ അവിടെ 4 റൗണ്ടായിരുന്നു. ട്രഡീഷണൽ റൗണ്ട്, ഗൗൺ റൗണ്ട്, ക്ലാസിക്കൽ, അതായത് ടാലൻറ്റ് റൗണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്. ഇതിനെല്ലാം നിങ്ങൾ വിൻ ചെയ്താലും അതിലല്ല കാര്യം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൽ നിങ്ങൾ വിൻ ചെയ്യുന്നതിലാണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു തയ്യാറെടുപ്പോടു കൂടിയാണ് ഇത്രയും മത്സരങ്ങളിൽ പങ്കെടുത്തത് അല്ലേ? എന്തൊക്കെ കിരീടങ്ങൾ ഇതിനൊക്കെ കിട്ടി? എനിക്ക് ആദ്യമേ ഞാൻ പോയത് മിസ്സസ് ഇന്ത്യ ആയിരുന്നു. അതിൽ എനിക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ വിന്നറും ഇന്ത്യൻ ടാലൻറ്റ് വിന്നറും ആയിരുന്നു. അത് കഴിഞ്ഞ് അതിലെനിക്ക് കുറച്ചും കൂടെ ഇതായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്ന് വെച്ചിട്ട് ഞാൻ മിസ്സസ് ഏഷ്യ വേൾഡിൽ പോയിട്ട്, അത് തായ്ലൻഡ് വെച്ചിട്ടായിരുന്നു. അതിലെനിക്ക് മിസ്സസ് ഏഷ്യ വേൾഡായി ഞാൻ.
അത് കഴിഞ്ഞിട്ട് മിസ്സിസ് യൂണിവേഴ്സൽ, അത് ദുബായിൽ വെച്ചിട്ടായിരുന്നു. ഫസ്റ്റ് കിട്ടിയത് ഇതാണ്, ഫസ്റ്റ് ഈ ഇതാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് മിസ്സസ് ഏഷ്യ വേൾഡ്, ഇത് തായ്ലൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ഈ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇത് മിസ്സസ് വേൾഡ് ദുബായിൽ വെച്ചിട്ട് അവിടുത്തെ ഷേക്കാണ് തന്നത്. എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇത്രയും ക്രൗൺസ് പല രാജ്യങ്ങളെയും പിന്തള്ളിയിട്ട് ഇങ്ങനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന്? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ ഇത് എൻ്റെ സ്വപ്നങ്ങളിൽ വരാത്ത ഒരു കാര്യമാണ്. ഇത് എൻ്റെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നത് ബിസിനസ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, എല്ലാവരെ കാട്ടി നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണം, കുറേ പേരെ ഹെൽപ്പ് ചെയ്യണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ സ്വപ്നം. ഇനി എൻ്റെ അടുത്ത സ്വപ്നം എന്ന് പറഞ്ഞാൽ മിസ്സസ് ഇന്റർനാഷണൽ ആണ്. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വേണ്ടിയിട്ട്, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, എൻ്റെ മക്കള്, എൻ്റെ സ്റ്റാഫ്, എൻ്റെ മാനേജർ. പിന്നെ അതിലും പ്രത്യേകതയുള്ള ഒരു കാര്യമുണ്ട്, ഈ ഒരു ഷോപ്പിൻ്റെ മോഡലായിട്ട് വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാണത്. സാധാരണ ഫിലിം സ്റ്റാർസിനൊക്കെയാണല്ലോ അങ്ങനെ മോഡലായിട്ട് ചെയ്യാറുള്ളത്, അതും കൂടെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഷോപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഫോട്ടോഷൂട്ട് ചെയ്ത് വേറെ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്തു. ആ സമയത്ത് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നെ പിടിച്ചിരുത്തി എൻ്റെ മേക്കപ്പ് ചെയ്ത് 1-2 ഫോട്ടോസ് എടുത്ത് ആ ഫോട്ടോസ് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ലാതെ തോന്നി. അപ്പം അങ്ങനെ അവരെടുത്ത് ക്ലിക്കായി. നമ്മളുടെ ഷോപ്പിന് നമ്മളാണ് മാർക്കറ്റിംഗ്. നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മളെ കണ്ടിട്ടാണ്, ഇങ്ങനെ പുതിയൊരാളെ കാണുമ്പോഴത്തേക്ക് അവർ ശ്രദ്ധിക്കുമല്ലോ ഇത് ആരാണെന്ന്. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെയുള്ള പരസ്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിയും ഏറ്റവും കൂടുതലായിട്ട് ഞാൻ തന്നെ എൻ്റെ ഷോപ്പിൻ്റെ പരസ്യത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും നേരം ഡോക്ടർ ഷംലയുടെ സൗന്ദര്യ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത് അല്ലേ? ഇനി ജെംസ് ആൻഡ് പേൾസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഒരുപാട് വെറൈറ്റീസാണ് ഞാനിവിടെ വന്നപ്പോൾ കണ്ടത്. ഞാൻ ഇത്രയും വെറൈറ്റീസ് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഈ സെലക്ഷൻ, എങ്ങനെയാണ് ആളുകൾക്ക് ആപ്റ്റായത് തിരഞ്ഞെടുക്കുമ്പോൾ അത് എത്രത്തോളം അവർക്ക് യോജിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് ഈ ബഡ് സ്റ്റോൺ ഒക്കെ ആകുമ്പോൾ അത് റിയൽ ആണോ എന്നുള്ളതൊക്കെ സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാവും എന്നുള്ളത്? ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ജെംസിൻ്റെയും പേൾസിൻ്റെയും ജെന്യൂനിറ്റിയാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന സാധനം കസ്റ്റമർ പൈസ ക്യാഷ് തന്ന് നമ്മളുടെ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനത്രയും അവരെ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ നമ്മൾ കൊടുക്കുന്ന ആ പ്രൊഡക്റ്റ് അല്ലെ ആ ഓർണമെൻറ്റ്സ് അത്രയും ഒറിജിനൽ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ആ ലൈഫ് ടൈം ഗ്യാരണ്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ട്രസ്റ്റാണ്. കാരണം നമ്മൾ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നതിലല്ല കാര്യം. അവർക്കത് ക്യാഷ് അവർ മുടക്കുമ്പോൾ അവർക്ക് അതിൻ്റെ അത്രയും വാല്യൂ, അതായത് അത്രയും അവർക്ക് അതിൻ്റെ ട്രസ്റ്റ് അവർക്കത് കിട്ടുവാണ്. അപ്പോൾ നമ്മൾ അതിനാണ് ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കുന്നത്. പിന്നെ ജെം സ്റ്റോൺസിൻ്റെ കാര്യം പറഞ്ഞത് എല്ലാവർക്കും ഒരു പേടിയാണ്. ആക്ച്വലി ജെം സ്റ്റോൺസ് എന്ന് പറയുന്നത് ഒറിജിനൽ ജെം സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ അതിന് പവറുണ്ട്. നമ്മൾ കാറ്റ്, വായു, അഗ്നി, ജലം ഇതെല്ലാം നാച്ചുറൽ അല്ലേ? ഇതിനെല്ലാം പവറുണ്ട്. ഇപ്പം നമ്മൾ ജലം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല അല്ലേ? വെള്ളം നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ആ ജലം അധികമായാലും ഇപ്പം നമുക്ക് ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ കുറേ പേര് മരി അല്ലേ? അത് അതേപോലെ തന്നെ കാറ്റ് നോർമൽ കാറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് കൊടുങ്കാറ്റായാലോ, അതേപോലെ തന്നെ അഗ്നി, അങ്ങനെ വായു, ഇതെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ അത് നെഗറ്റീവായിട്ടും വരാറുണ്ട്. അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റോൺസ്. ജെംസ് ആണെങ്കിൽ നമുക്ക് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നതാണ്, നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. പേൾസ് നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലേ? കോറലും അതുപോലെ തന്നെ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതെല്ലാം ജീവനുള്ള വസ്തുക്കളാണ്, ജീവനുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം പവറുണ്ട്. ഈ ഒറിജിനൽ സ്റ്റോൺസിന് ചില ആൾക്കാർ അതിന് വേറൊരു ലെവലിലേക്ക് മാർക്കറ്റ് ചെയ്ത് അതിന് എന്താ പറയുക, ഒറിജിനൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റിലേക്ക് വരുന്നിട്ട് ഈ സ്റ്റോൺസ് വാങ്ങിച്ച് ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഇല്ലാതെ വരും. ഇപ്പോൾ ഒരു ജോത്സ്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന സ്റ്റോൺ ഇടാതെ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പവർ അല്ല, നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോൺസ് ഒറിജിനൽ ആയിരിക്കണം, പ്യുവർ സ്റ്റോൺസ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റോൺ സെലക്ട് ചെയ്യുമ്പോഴും ആ സ്റ്റോണിനകത്ത് നമ്മൾ ഒരാളുടെ ബോഡിക്ക് അല്ലെ ഒരാളുടെ നാളിന് മാച്ച് ചെയ്തിട്ടുള്ള സ്റ്റോൺസിന് ക്യാരറ്റ് ഉണ്ട്, അതിൻ്റെ ക്വാളിറ്റി നോക്കണം. പിന്നെ അതുപോലെ നമ്മളിടുന്ന ഫിംഗർ അതിൻ്റെ മെറ്റൽ കോമ്പിനേഷൻ, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഓരോ സ്റ്റോണും ഓരോ ദിവസമാണ് ഇടേണ്ടത്. ആ ഡേ നോക്കണം, പിന്നെ അതുപോലെ തന്നെ സമയം നോക്കണം. ഇത് ഇത്രയും നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന് ആ സ്റ്റോണും കൂടെ നാച്ചുറൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോണിന് പവർ ഉണ്ടെന്നുള്ളതിന് 150% ഞാൻ ഗ്യാരണ്ടിയാണ്.
ഓരോ സ്റ്റോണിനും ഓരോ പവറുണ്ട്. ഇപ്പം നമുക്ക് ചിലർ പറയും ആ സ്റ്റോൺ ധരിച്ചുകൂടാ, അത് നെഗറ്റീവാണ്. ആ നെഗറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കുന്ന പോലെ ആ സ്റ്റോണിന് പോസിറ്റീവും ഉണ്ട്. ആ പോസിറ്റീവ് പവർ നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും ബോഡിയിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. ആ നെഗറ്റീവിനെയാണ് ഇത് പോസിറ്റീവ് ആക്കി മാറ്റുന്നത്. ഈ സ്റ്റോണിലേക്കാണ് ഇത് വരുന്നത്. ആ സ്റ്റോണിന് നമുക്ക് തരുന്ന ഒരു പവർ. ഇപ്പം നമ്മളൊരു സാഡായിട്ടൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊണ്ടൊരു സ്റ്റോൺ കൊടുത്തിട്ട് പറയുന്നത് ഇത് നിങ്ങൾ യൂസ് ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചസ് വരും. നാച്ചുറൽ സ്റ്റോൺസ് ആണെങ്കിൽ ആ ചേഞ്ച്, ആ സ്റ്റോൺ നമ്മൾ ഇടുന്ന ആൾക്ക് ചേഞ്ചസ് ഉണ്ടായിരിക്കും. വിതിൻ 5 days അല്ലെങ്കിൽ 1 week, അല്ല ചിലർക്ക് അത് അന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവും. ചിലരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് അനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ പേൾസ് ഒക്കെ തന്നെ ഇപ്പോൾ ഒറിജിനലാണ്. ഇപ്പോൾ മറൈൻ ഓയിസ്റ്റർ എന്നൊക്കെയാണല്ലോ പേൾസ് വരുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഒറിജിനൽ ആണ് എന്നുള്ളത് ഇപ്പോൾ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാർക്ക് എങ്ങനെ നമുക്കിപ്പോൾ നമുക്കിപ്പം ആൾക്കാർ ഇപ്പം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനെല്ലാം അറിയാം കേട്ടോ. പഴയ ആൾക്കാർക്കാണെങ്കിലും പെട്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് ഒറിജിനലാണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. പിന്നെ അതുപോലെ തന്നെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഏതാണെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം. അത്രയും കളർ ചേഞ്ചസ് ആണ് ഇപ്പം. അതേപോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ സെയിം പോലെ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പം മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പം അതിന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ ഏതാന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. പിന്നെ ഇപ്പം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പേൾ ഒറിജിനലാണ് പെട്ടെന്ന് അവർ സ്കിന്നിൽ വെക്കുമ്പോൾ പേളിന് ഭയങ്കര കൂളായിരിക്കും. പേളാണെങ്കിൽ ഇപ്പോൾ സ്റ്റോൺസ് ആണെങ്കിലും ഭയങ്കര കൂളായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇത് ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര തണുപ്പാണ് നമുക്ക് സ്റ്റോൺ. അപ്പോൾ അത് ഒറിജിനൽ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ അല്ലാണ്ട് പെട്ടെന്ന് ഇപ്പം കണ്ടിട്ട് ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റൂല. പെട്ടെന്ന് ആൾക്കാർക്ക്, കാരണം വെച്ചാൽ ഇപ്പം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. പക്ഷെ വേറൊരാൾക്ക് ഇത് ഒറിജിനൽ പേളാണോ അല്ലെ ഡ്യൂപ്ലിക്കേറ്റ് പേളാണോ എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റൂല. അപ്പം അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ആ പേള് ചില ആൾക്കാരെ അത് കത്തിച്ച് കാണിച്ചു കൊടുക്കും. പേള് നമ്മൾ കത്തിക്കുമ്പം എല്ലാ ഷോപ്പിലും അത് ചെയ്യണമെന്നില്ല, കാരണം കുറച്ച് പാടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് നമ്മൾ കത്തിച്ച് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ആർട്ടിഫിഷ്യൽ പേളാണെങ്കിൽ, അതായത് ഉള്ളിൽ ഫൈബർ ആയിരിക്കും. ഫൈബർ ഈ മറ്റേ പേള് ചെയ്യുന്നതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റിനെ ഇവർ പൾപ്പാക്കും. ആ പൾപ്പിനകത്ത് കളർ ആഡ് ചെയ്തിട്ട് ഇത് കോട്ട് ചെയ്യാണ്. അതിനകത്ത് ഓരോ കോട്ടിങ് ഉണ്ട്, 1, 2, 3, 4 അങ്ങനെ കുറേ കോട്ടിങ്ങുകളുണ്ട്. ആ കോട്ടിങ് വരുന്ന അനുസരിച്ചിട്ടുണ്ട് അതിൻ്റെ ക്വാളിറ്റി. ആർട്ടിഫിഷ്യൽ, അതിനെ നമ്മൾ ഷെൽപ്പേൾ എന്നാണ് പറയുന്നത്. ആ ക്വാളിറ്റി അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ നാച്ചുറൽ പേളാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, നമുക്ക് പല്ലിൽ ടച്ച് ചെയ്ത് നോക്കാം. പല്ലിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പാറക്കല്ല് നമ്മളിങ്ങനെ കടിക്കണേ, അപ്പം ആ ഒരു ഫീലിങ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. മറ്റേ ആർട്ടിഫിഷ്യൽ പേളാണെങ്കിൽ ഉള്ളിൽ ഫൈബർ ആയിട്ട് നമ്മൾ റബ്ബറിൽ കടിക്കുന്ന ഒരു ഫീലിംഗ്. അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്കിന്നിൽ ടച്ച് ചെയ്തത് കൊണ്ട് അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. അതങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കത്തിച്ച് നോക്കുമ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കൂലേ, കടുക് പൊട്ടൂലേ, ഒറിജിനൽ പേളാണെങ്കിൽ അങ്ങനെ പൊട്ടു. അതിങ്ങനെ പൊട്ടി ഇങ്ങനെ സൗണ്ട് കേൾക്കാം നമുക്ക്. മറ്റേ നാച്ചുറൽ അല്ലാത്ത, അത് ആർട്ടിഫിഷ്യൽ പേളാണെന്നുണ്ടെങ്കിൽ അത് മെൽട്ടായി പോകും, ഉരുകി പോവാണ്. അതിൻ്റെ ഉള്ളിൽ ഫൈബറാണ്, അത് മെൽട്ടായി പോവാണ്. അപ്പം അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. പിന്നെ ഇത് കുറച്ച് റിസ്ക്കാണ്. പിന്നെ ആൾക്കാർക്ക് ഇപ്പം പിന്നെ ചിലർ വന്നിട്ട് ഇങ്ങനെ പേള് താഴെ ഇട്ട് നോക്കും സൗണ്ട് ഉണ്ടോയെന്ന്. അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. ശരിക്കും പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് എഫർട്ട് ഉള്ള കാര്യം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരുപാട് പേരുടെ സാധനം വാങ്ങിക്കും. ഇപ്പം ഞാൻ ഈ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോൾ വരെ എൻ്റെ കയ്യിൽ എനിക്ക് 4-5 സപ്ലൈസേ ഉള്ളൂ. അവരുടെ കയ്യിൽ നിന്ന് മാത്രം. കാരണം നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കിത് ബൈബാക്കും ലൈഫ് ടൈം ഗ്യാരണ്ടി ഒക്കെ പറയാൻ പറ്റും. നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഈ 24 years ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ ഷോപ്പിൽ വരില്ല. അവർക്കൊരു ട്രസ്റ്റാണിത് നമ്മളോടുള്ള. അപ്പോൾ ആ ട്രസ്റ്റ് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് സംഭവം ഈ ഓർണമെൻറ്റ്സ് വാങ്ങിക്കണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു സർവീസും ആ ട്രസ്റ്റും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമുക്ക് ഈ ഫീൽഡിൽ സാധാരണഗതിയിൽ ജെംസും പേൾസൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ചെയ്തിട്ട് ചില ആൾക്കാർ ഷോപ്പൊക്കെ അടച്ചു പൂട്ടി അല്ലെങ്കിൽ ആ ബിസിനസ്സേ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും. ഇതിപ്പോൾ എൻ്റെ ഒരു പാഷൻ കൂടിയാണ്. കാരണം എനിക്ക് ഈ കസ്റ്റമേഴ്സ് വരുന്ന ആൾക്കാരെ നല്ല രീതിയിൽ അവർ ഒരുങ്ങിയിട്ട് ഞാനതങ്ങ് ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്യും. ഇവർ ഈ സാരിയുടെ കൂടെ അല്ലെ ആ ഡ്രസ്സിൻ്റെ കൂടെ ഇവരത് മാല ഇടുമ്പോൾ എങ്ങനെ ഇരിക്കും. അപ്പം നമുക്കതൊരു സന്തോഷമാണ്. അവരത് ഇട്ട് ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. അത് എല്ലാ കസ്റ്റമേഴ്സിനോടും പറയാം, എനിക്കൊരു പിക്ക് അയച്ചു തരണേ ഇട്ട് കഴിഞ്ഞ് നമുക്കൊരു സന്തോഷം. അത് കാണുമ്പോൾ എൻ്റെ മാല ഇട്ടിട്ട് കൊള്ളാം, അവർക്ക് ചേരുന്നുണ്ട് എന്നൊരു സന്തോഷം.
പിന്നെ ഈ പറയുന്ന ക്വാളിറ്റിയും അതിൻ്റെ പിന്നെ ഗ്രേഡിങ്ങും അതിൻ്റെ ഷേപ്പും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എല്ലാം കൂടെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റോൺസിനും നമ്മൾ അതിൻ്റെ വാല്യൂ ഒക്കെ വരുന്നത്. ഈ ബേർത്ത് സ്റ്റോൺസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കൂടെ, കാരണം പെട്ടെന്ന് ഒരാൾ പറഞ്ഞിട്ട് ഒരു കടയിൽ ചെന്ന് വാങ്ങിക്കുന്നത്, പ്രത്യേകിച്ച് ബേർത്ത് സ്റ്റോൺ ഇടുമ്പോൾ, മാലകളെല്ലാം ഇടുന്ന കണക്കല്ല, പ്രത്യേകിച്ച് ബേർത്ത് സ്റ്റോൺ ഇടുമ്പോൾ നമ്മൾ കുറേ കൂടെ തിങ്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു ബേർത്ത് സ്റ്റോൺ വാങ്ങിക്കാൻ. കാരണം നമ്മളെല്ലാവരും ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് ഈ സ്റ്റോൺ വാങ്ങിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോൺ വാങ്ങിക്കുന്നതിന് നമുക്ക് ആ സ്റ്റോണ് ഒറിജിനലും ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് പർപ്പസിന്, എല്ലാ ആൾക്കാരും ഭയങ്കര റിച്ച് ആയിട്ടിരിക്കുന്ന ആൾക്കാർ പോയി സ്റ്റോൺ വാങ്ങിക്കില്ല. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ അല്ലെ ബേർത്ത് സ്റ്റോൺസിലേക്ക് തിരിയുന്നത് ഒരു ജോൾസിനെ കണ്ടിട്ട്. അപ്പോൾ ആ ക്വാളിറ്റി അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് പവർ ഉണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭ്യമായ ജെംസ് ആൻഡ് പേൾസിന്റെ അതിവിപുലമായ ഒരു കളക്ഷൻ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കളക്ഷൻസ് ഡോക്ടർ ഷംല നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ്. നമ്മുടെ കയ്യിൽ 10,000-4,000 കളക്ഷൻസ് ഉണ്ട്. കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്റ്റോൺസ് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് പിങ്ക് സഫയർ ആണിത്. ഇത് ഡ്രോപ്സ് ടൈപ്പാണ്, കുറച്ച് കോസ്റ്റ്ലി ആണ്. പിങ്ക് സഫയർ ആണ്. ഇതിൻ്റെ സഫയർ നമ്മൾ സാധാരണഗതിയിൽ ബ്ലൂ സഫയർ, യെല്ലോ സഫയർ ആണ്. അതേപോലെ തന്നെ പിങ്ക് സഫയർ ആണ്. പിന്നെ ഇതും അത് പിങ്ക് സഫയർ ആണ്. ഇത് കുറച്ച് വലിയ സ്റ്റോൺ കാർവ് ചെയ്തിരിക്കുന്ന, ഒറ്റ സ്റ്റോണിൽ കാർവ് ചെയ്തിരിക്കുന്നതാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ മദർ ഓഫ് പേൾ, നമ്മൾ സാധാരണഗതിയിൽ വേറെയുള്ള കളർ ഷേപ്സ്, പേൾ ഷേപ്സ് ആണ് കാണുന്നത്. ഇതിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ മദർ ഓഫ് പേൾസിൻ്റെ കുറച്ച് ഒരു ബിഗ് ആയിട്ടുള്ള നാച്ചുറൽ പേൾസ് ആണ് മദർ ഓഫ് പേൾ. പിന്നെ അതുപോലെ തന്നെ കോറൽ, നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് കോറൽസ്. ഈ കോറലിൻ്റെ ഈ ഡ്രം ഷേപ്പ് എന്ന് പറയും ഇതിന്. ഇത് ശരിക്കും ഇങ്ങനെയും യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് ഈ കുറച്ച് മംഗല്യസൂത്രം അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു 1-2 പീസ് എടുത്തിട്ട് കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ബ്ലാക്ക് ഡയമണ്ട്, നമ്മൾ വൈറ്റ് ഡയമണ്ട് കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ച് എൻ്റെ ഒരു മിക്സിംഗ് ആണ്. റെഡ് കോറൽ കാർവിങ്, ഇത് കാർവിങ് ആണ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ജാപ്പനീസ് കോറലും ബ്ലാക്ക് ഡയമണ്ട് ബീഡ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ബ്ലൂ ഡയമണ്ടും ചോക്ലേറ്റ് ഡയമണ്ടും ആണ്. ഇതിൻ്റെ ഇത് ബ്ലാക്ക് സിൽവറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റലിയിൽ നിന്നാണ് ഇത് വരുന്നത്. ഇത് ഗോൾഡൻ പേൾ, ഇത് നാച്ചുറൽ പേൾസിലാണ് ഗോൾഡൻ പേൾ കൂടുതലായിട്ട് വരുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ കാശി പേൾസ് എന്നും പറഞ്ഞിട്ട് കുറച്ച് റൈസ് പേൾ ലുക്കിൽ, അതായത് ഇറഗുലർ ഷേപ്പാണിത്. ഇതൊരു 1 ലൈൻ 2 ലൈൻ ഇട്ടാൽ കൊള്ളൂല, ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് ഇങ്ങനെ ഇടാം. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ഡയമണ്ട്സ്, നമ്മൾ ബ്ലൂ ഡയമണ്ട് സ്റ്റോൺസ് ഒക്കെയാണ് കുറച്ച് മാർക്കറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബീഡ്സ് ആണ് ബ്ലൂ ഡയമണ്ട്സ്. ഇതിങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ്, കൂടുതൽ കളക്ഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് മാത്രം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബിസിനസ് മേഖലയിൽ നിന്ന് വേറിട്ട് ഷംലയ്ക്ക് നമ്മളറിയാത്ത ഒരു മുഖം കൂടിയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കൂടി ഷംല അതീവ താല്പര്യമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് നമ്മളുടെ, കാരണം അമ്മമാർ, പ്രായമുള്ള അമ്മമാർ, അതായത് ഓൾഡ് ഏജും, ഇവിടെ സാധാരണക്കാരായ അമ്മമാർക്ക് ഇതൊന്നുമില്ല. മക്കളെ നോക്കാത്തവരും സുഖമില്ലാത്തവരും ആരോരും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അവർ നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം ഞാൻ എന്നെയാണ് അവിടെ കാണുന്നത്, അല്ല എൻ്റെ അമ്മേനെയാണ് കാണുന്നത്. എൻ്റെ അമ്മയ്ക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ, ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അമ്മമാർ, അതായത് അവർക്ക് വേണ്ട നല്ല ഫുഡ് അല്ലെങ്കിൽ നല്ല ഡ്രസ്സ്, അവർക്ക് വേണ്ട താമസിക്കാനുള്ള, സുരക്ഷിതമായിട്ട് കിടക്കാനൊരിടം, ഇത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഡ്രീമാണ് എനിക്കൊരു വലിയൊരു ഓൾഡ് ഏജ് ഹോം സെറ്റ് ചെയ്യുക. ജെംസിനെ കുറിച്ചും പേൾസിനെ കുറിച്ചും സൗന്ദര്യ സങ്കല്പങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമെല്ലാം ഡോക്ടർ ഷംല നമ്മളോട് വളരെ ഓപ്പണായിട്ട് സംസാരിച്ചു. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ വിജയാശംസകളും നേരുന്നു.
എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനോടും എന്നെ ഇവിടം വരെ എത്തിച്ച ശരിക്കും പറഞ്ഞാൽ എന്നെ ഇവിടം വരെ ഞാൻ എത്താനുള്ള കാരണം എൻ്റെ കസ്റ്റമേഴ്സാണ്. അവരുടെ സപ്പോർട്ടും അവരുടെ സ്നേഹവും എനിക്ക് ഇനിയും വേണം. അതുപോലെ തന്നെ എന്നെ ഇവിടം വരെ എത്തിച്ച എൻ്റെ ദൈവത്തിനോടും എന്നെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സ്റ്റാഫിനോടും, ഞാൻ ഒരേ കാര്യത്തിന് പോകുമ്പം എൻ്റെ ഷോപ്പ് നോക്കിയിരുന്ന എൻ്റെ സ്റ്റാഫാണ്. അപ്പോൾ ആ സ്റ്റാഫിനോടും എന്താ പറയുക, എൻ്റെ സുഹൃത്തുക്കളോടും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട്. ഇനിയും എൻ്റെ കൂടെ എന്നോട് ചേർന്ന് നിന്ന് ഇതേപോലെ തന്നെ എന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.